ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അയ്യാങ്കോട്ടൻ എന്നോട് അമ്മ ഇന്ന് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചേ. അപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ഓക്കെ, ഇന്ന് നമുക്ക് ക്ലാസ്സില്ലാത്തൊക്കെ ദിവസമാണ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നോയമ്പൊക്കെ ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ കഴിച്ച് എല്ലാവരും ആകെ ഒരു വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണല്ലോ. എന്നാൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഉരുളിയിലേക്ക് സവാള ഇട്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയിൽ ചേർക്കാനുള്ള സവാള വറുത്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് 2 സ്പൂൺ നെയ്യും 1.5 സ്പൂൺ ഡാൽഡയും ചേർത്തിട്ട് നമ്മൾ സവാള വറുത്ത് ആദ്യം സവാള വറുത്തത് മാറ്റി. പിന്നെ കിസ്മിസും കാഷ്യൂനട്ടും അതേ നെയ്യിൽ തന്നെ കിസ്മിസും കാഷ്യൂനട്ടും കൂടി വറുത്തിട്ട് അതും നമുക്ക് ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റിയെടുത്തു കേട്ടോ. അതും രണ്ടും മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതേ തന്നെ നെയ്യിൽ തന്നെ പട്ട, ഗ്രാമ്പൂ, പിന്നെ 3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഏലക്കായ. പിന്നെ ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ 3 ഗ്ലാസ് അരിക്കാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് അരിക്ക് ഒരു 6 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കഴുകി വാരിയെടുത്ത് വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള അരി എടുത്ത് അതിലേക്ക് ഇടുക. നല്ല നീളൻ അരി കേട്ടോ, നല്ല ബസ്മതി അരി അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് പലരും പല രീതിക്കാണ് ചെയ്യണേ. ഞാൻ ചെയ്യുന്ന രീതി കേട്ടോ ഞാൻ പറയണത്. നന്നായിട്ട് വെള്ളം വറ്റണ വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പൈനാപ്പിൾ എസൻസ് ആണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചത് കേട്ടോ. പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് ഒന്ന് ആവി കൊണ്ടുകഴിഞ്ഞ് വേവണമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന സവാള, പിന്നെ കിസ്മിസ്, കാഷ്യൂനട്ട് ഇതെല്ലാം അതിൻ്റെ മീതെ വിതറിയിട്ട് ഞാൻ ബാക്കി കുറച്ചുള്ളത് മാറ്റി വെച്ചു, നമുക്ക് ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അത് മൂടി വെച്ചിട്ട് അതിൻ്റെ മീതെ ഭാരമുള്ളൊരു കല്ലെടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കനൽ ചുറ്റിനും അതിൻ്റെ മീതെ കുറേ കനലിട്ട് വെച്ചു. പിന്നെ താഴത്തെയും മുകളിലത്തെയും ചൂട് കൊണ്ടിട്ടാണ് അത് വേവണത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അത് തുറന്നപ്പോൾ എൻ്റെ പൊന്ന എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയാമോ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി വെന്ത് നല്ല സൂപ്പറായിരുന്നു. നല്ല വിട്ട് ഇരിക്കുന്ന അരിയായിരുന്നു. എന്നാൽ കറക്റ്റ് പാകമായിരുന്നു. നമ്മുടെ പൈനാപ്പിൾ എസൻസിൻ്റെയും മസാലയുടെയും നമ്മൾ വറുത്തിട്ട സാധനങ്ങളുടെയൊക്കെ നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ അത് സെർവ് ചെയ്തൊരു പാത്രത്തിൽ മാറ്റി ബാക്കി വെച്ചിരുന്ന വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് അതോടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന കറി റെഡിയാക്കണം. അപ്പോൾ ഞാൻ ചില്ലി ഗോപിയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കോളിഫ്ലവർ നമ്മൾ ബാറ്ററിൽ മുക്കി വെച്ചായിരുന്നു. അത് നമ്മൾ വറുത്ത് കോരി മാറ്റിയെടുത്തു. അപ്പോൾ അതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് കോൺഫ്ലവറും മുട്ടയും അതുപോലെ തന്നെ കുറച്ച് മൈദപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ടായിരുന്നു ചില്ലി ഗോപിക്കുള്ള കോൺഫ്ലവർ വറുക്കാനുള്ള മാവ് റെഡിയാക്കിയത്. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത കോളിഫ്ലവർ മാറ്റി വയ്ക്കുക. പിന്നെ 2 ഇടത്തരം സവാള എടുത്തിട്ടുണ്ടായിരുന്നു. ആ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റി. പിന്നെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം സവാള ഇടുക, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ തക്കാളി ഇട്ടു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഓണാക്കാതെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നുപോയിട്ടാണ് വീഡിയോ ഓണാക്കാൻ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്യാപ്സിക്കവും ഇട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കവും തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചു. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോയാ സോസാണ് കേട്ടോ. അപ്പോൾ ഈ സോയാ സോസ് ആ കുപ്പിയുടെ തന്നെ അടപ്പിൽ ഒരടപ്പ് സോയാ സോസാണ് ഒഴിച്ചത്. ആ സോയാ സോസ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് പിന്നെ ചേർക്കുന്നത് തക്കാളി സോസാണ്, ടൊമാറ്റോ സോസ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് അത് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തു. നിങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സോസ് ഒഴിക്കാൻ. എനിക്കധികം ഈ സോസ് അധികം ഒഴിക്കണതിനോട് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചേർത്തു. ആവശ്യത്തിന് ഉപ്പിട്ടു. നമ്മുടെ കോളിഫ്ലവർ ചില്ലി ഗോബി റെഡിയായി. അങ്ങനെ നമ്മുടെ ഫുഡ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. പ്രത്യേകിച്ച് ബിരിയാണി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ വെക്കാറുണ്ടെങ്കിലും ഇന്നത്തെ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു. ആ അരി നല്ല അരിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വെച്ച ബിരിയാണിയുടെ ആ ഒരു രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, വീട്ടിലുണ്ടാക്കി വെക്കുക. ഓക്കേ.